എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? ലാലേട്ടൻ തന്നെ ആയിക്കോട്ടെ, ലാലേട്ടൻ തന്നെ ആയിക്കോട്ടെ. ട്രെൻഡാണല്ലോ, ഏറ്റവും കൂടുതൽ ലാലേട്ടൻ സിനിമ കിട്ടുന്ന ആൾ. അയ്യാ, ഓക്കെ, 2 പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹെഡ് എന്തെന്ന് കാണിക്കാനാ? ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. 2025 അതെന്റെ ലാലേട്ടൻ്റെയാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അതാണ് നമ്മുടെ സന്തോഷം. ഫസ്റ്റ് വൺ, ചത്ത പച്ച. ഓക്കെ, സിനിമയുടെ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ട് കേട്ടോ. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. എന്താണെങ്കിലും അർജുന അശോകനും മാത്യൂസ് തോമസും റോഷൻ മാത്യുവും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ പുതിയ നടൻ മാത്യൂസ് തോമസ്. നമുക്ക് ആരെങ്കിലുമൊക്കെ ഇടാം. എന്താണെങ്കിലും വിളിപ്പേരാണ്. അതാണ് റോഷൻ മാത്യു. ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവർ വിളിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിളിക്കുന്നത് മാത്യൂസ് തോമസ് എന്നൊക്കെയാണ്. എന്താണെങ്കിലും ആളുടെ സിനിമ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ ഡയറക്ടർ അദ്വൈത് നായരാണ്. ഓക്കെ, എന്താണ് താല്പര്യമുള്ള ആൾക്കാർ ചെല്ലുക കേട്ടോ. കാസ്റ്റിംഗ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചുള്ള ആൾക്കാരാണെങ്കിലേ കാര്യമുള്ളൂ. അതെ, യെസ്. അടുത്തത് ഓക്കെ, അനിൽ രാഘവ്പൊടി, പിന്നെ നമ്മുടെ ഗാരു, ചിരഞ്ജീവി ഗാരു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ നായികയായിട്ട് നയൻതാരേനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. പരിഗണിക്കുന്നു. ആള് 15 കോടിയൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. കൊടുക്കാനുള്ളവര് കൊടുത്ത് അഭിനയിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഞാനതല്ല ആലോചിക്കുന്നത്, ചിരഞ്ജീവികാരു തുടരൊക്കെ കണ്ടിട്ടുണ്ടാവോ? ഞാൻ ഒരു പോസ്റ്റ് ഞാൻ നിനക്ക് അയച്ചെന്നില്ലായിരുന്നോ? 2 പേര് ഹാപ്പിയിലാണ്. റിപ്പോർട്ട് പോസിറ്റീവ് എന്ന് അറിഞ്ഞപ്പോ ചിരഞ്ജീവികാരുല്ലേ 2 പേരും പേര് വരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാക്സി കില്ലാടി ഒരാള്, മറ്റൊരാളുടെ പേരെന്ന് തുടരും കൂട്ടിട്ട് തന്നെ വേറൊരു സാധനം. അതിന് ബുദ്ധി കളിച്ചിട്ടുണ്ട് തുടരും ടീം. വേറെ ഏതെങ്കിലും ഭാഷയിൽ പറ്റിയത് കൊടുത്തിട്ടുണ്ടോ? തെലുങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ കൊടുത്തിട്ടുണ്ട്. അതറിയാം, ആളവിടെ നോക്കിയിട്ടുണ്ടാവും ഈ സാധനം. പോസിറ്റീവ് റിപ്പോർട്ട് ലാലേട്ടൻ സിനിമയ്ക്ക് വന്നോ, തൂക്കാൻ റെഡി ആയിട്ട് വെക്കുക. അതും എനിക്ക് സീൻ ഓർമ്മ വരുന്നത് അറിയോ? എന്റെ ഈശ്വരാ, കല്യാണരാമനിലെ മറ്റേ കുപ്പി പൊട്ടിക്കുമ്പോ ഇന്നച്ചൻ എണീക്കുന്നത്, കില്ലാടിയൊക്കെ ഉറങ്ങായിരിക്കും. ആ സമയത്താണ് ഫുള്ള് പോസിറ്റീവ് എന്നുള്ള ജൈവിളി ചാടിയാണ് എണീക്കുക. നീ പറഞ്ഞു ഉറങ്ങാന്ന്. ഉറങ്ങിയതല്ല, ഉറക്കിയതാന്ന്. അത് നാട്ടുകാർ ഉറക്കിയതാ. ഓക്കെ, അടുത്ത ടിക്കി ടാക്ക സിനിമയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. 8ാമത്തെ ദിവസം, Day 8. യെസ്. ഇനി കാത്തിരിക്കുന്ന വേറൊരു മുതലാണ് ഈ ടിക്കി ടാക്ക. ശരിക്കും ഒരു മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം മൂവി ആയിട്ടുണ്ട് വരും അല്ലേ? അതും ആസിഫ് അലി ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് പ്രതീക്ഷയുള്ള കൂടുതലുള്ള സിനിമയാണ്. അടുത്തത് STR 49 സിനിമയിൽ ഖയാദൂർ ലോഹാർ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, രാംകുമാർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഗതി STR സുധാ കൊങ്കാര മൂവി. ഓംബാലെ ഫിലിംസ് ഈ സിനിമ നിർമ്മിക്കും. ഓക്കെ, ഇതൊരു നോവൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. ഈ സിനിമ സംഭവിക്കുന്നത് വേട്ടൈ നായ്ക്കൾ എന്നുള്ള ഒരു നോവലാണ്. നരനാണ് ആ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ STRഉം സുധാ കൊങ്കാരി ഒരുമിക്കുന്നു. ഒരു വേട്ടനായി ആയി വരുമോ പറയാൻ പറ്റില്ല. അതോ ഇനി അപ്പുറത്ത് നിൽക്കുന്നവരാണെങ്കിലോ വേട്ടൈ നായ്ക്കളെ വേട്ടയാടുന്ന നായാണെങ്കിലോ എന്താണെങ്കിലും നായായും പുലിയായും നരിയായും വരുന്ന. അടുത്തത് തരുൺമൂർത്തി ആസിഫ് അലി മൂവി. ഞാനും ഒന്ന് ഞെട്ടി തരുൺമൂർത്തി എന്ന് കേട്ടത്. എന്താണെങ്കിലും തരുൺമൂർത്തി അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ആസിഫ് അലി നായകനാവുന്ന സിനിമയാണെന്നുള്ളതാണ് കേൾക്കുന്നുള്ളത്. യെസ്, നമ്മുടെ ബിനു പപ്പുവാണ് കഥയും തിരക്കഥയും ഒക്കെ ഒരുക്കുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആസിഫ് അലിയൊക്കെ എമ്മാരി എക്സൈറ്റ്മെന്റിലായിരിക്കും. കാരണം ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സംവിധായകന്റെ കൂടെയാണ് അടുത്ത അഭിനയിക്കാൻ പോകുന്നത്.
എന്തായിരിക്കും ആ സത്യം ആസിഫലിക്ക് അങ്ങനെ കൈകൊണ്ട് കഴിവുണ്ടേ. ഇപ്പൊ ടിക്കറ്റാക്കല്ലേ അതിനെ കുറിച്ച് പറഞ്ഞാൽ, അതായത് എനിക്ക് തോന്നുന്നു ആസിഫലിയുടെ കരിയറിൽ ഏറ്റവും ഫസ്റ്റ് ഡേ കളക്ഷൻ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് തൂക്കാൻ പോകുന്ന സിനിമയായിരിക്കും ടിക്കറ്റ് ആക്കിയിരിക്കും. അത് അങ്ങനെ തന്നെയാണ്, അതിനൊരു ഹൈപ്പ് ഉണ്ട് ആ സിനിമയ്ക്ക്. അതെ, എന്താണെങ്കിലും നോക്കാം. അടുത്ത കിഴി. അത് ശരി, വേട്ടൈക്കാരൻ. നിനക്ക് ഈ വേട്ടനായ്ക്കളും വേട്ടൈക്കാരനൊക്കെ ഉള്ളോ? വേട്ടൈക്കാരൻ സിനിമ റിലീസിനെത്തുന്നു. വേട്ടൈക്കാരൻ യാ മോനെ. വിജയ് നായകനായ സിനിമയാണ്. എൻ്റെ സ്വന്തം അനുഷ്ക നായികയായ സിനിമ. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് റിലീസ് ഒരുക്കിയിട്ട് അതിന്റെ വില കളയല്ലേ. എന്താണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ഇരുന്ന് വീണ്ടും കാണേണ്ടി വരും. അങ്ങേര് അടുത്ത സിനിമ ലാസ്റ്റ് ആണെന്നുള്ള കാര്യം പൂജ ഹെഡ്ജേനോടൊക്കെ പറഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇനി 1-2 വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് റിലീസ് ഇറക്കാം. അങ്ങനെയല്ല, ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ടേ മൂപ്പരങ്ങ് തോൽപ്പിക്കും. പിന്നെ മൂപ്പർക്ക് പോകാനുള്ള സിനിമ തന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചുകൊണ്ടിരും. ഞങ്ങൾ തമിഴ് മക്കൾ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ തേടി, അതായത് മൂപ്പർക്ക് വേണ്ടത് മൂപ്പര് തേടി പോകുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മളും തേടി പിടിക്കും. തീർച്ചയായിട്ടും. അവിടെ നിന്ന് കയറി ഇവിടെ ഏകദേശം എന്നാണ് റിലീസ്? ജൂൺ 20 ജൂൺ 20 സിനിമ റിലീസ് ചെയ്യും. അടുത്തത് കളങ്കാവൽ. കളങ്കാവൽ സിനിമയുടെ റിലീസ് ഏകദേശം ജൂണിലേക്ക് ആണ് പ്ലാൻ ചെയ്യുന്നത്. മെയ്യിലായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മെയ്യിൽ നിന്ന് മാറ്റും, ജൂണിലേക്ക് സിനിമ പ്ലാൻ ചെയ്യുന്നു. എന്താണെങ്കിലും അടുത്തൊരു, അതായത് എന്തായാലും പറയാ, മെയ് 22 വരും എന്നുള്ളത് ഒരു കിംവദന്തി ഉണ്ടായിരുന്നു, പക്ഷെ മെയ് 22 ഇല്ല, ജൂണിനാണ്. അടുത്തൊരു പെർഫോമൻസിന്റെ ഐറ്റം കാണാം. അതെ, 100 കോടി ഒന്നും പ്രതീക്ഷിക്കരുത്, കോടിക്കണക്കൊന്നും അതിനകത്ത് പ്രതീക്ഷിക്കരുത്, അത്രേ ഉള്ളൂ. 100 കോടി പരിപാടിയല്ല, ഇവിടെ വേറെ പരിപാടിയാണ്. എന്തായാലും അഭിനയത്തിന്റെ കാര്യത്തിലുള്ള സാധനം അവിടെ കിട്ടും. അതായത് മറ്റേ 100 കോടിക്ക് അത് നമുക്ക് തന്നെ, 100 കോടിക്ക് ലാലട്ടറില്ലേ, അതിനെന്റെ അരുമ സുഹൃത്തില്ലേ അല്ലേ? ശരിയല്ലേ? അത്രല്ലേ ഉള്ളൂ. അതെന്റെ സുഹൃത്ത് നോക്കും ഈ കാര്യം. അവര് തമ്മിലുള്ള ബന്ധം വെച്ച് അവർക്ക് എന്ത് 100 കോടി 200 കോടി, അവരത്ര ഹാപ്പി ആയിട്ട് നോക്കിയായിരുന്നോ? നോക്കിയാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ജയറാമിന്റെ 2 സിനിമകളാണ് മലയാളത്തിൽ, വമ്പൻ സിനിമകൾ മലയാളത്തിൽ വരും എന്നുള്ളതാണ് ജയറാം തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തില് 2 മലയാള ഗംഭീര സിനിമകളായിട്ട് വരും. അതായത് റെട്രോ സിനിമയുടെ ഇവന്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ വെച്ചിട്ട്, അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞതാണ്. അത് ശരി, അത് ഏതാ പടം? 2 ഏതാണ് നമ്മൾ അറിയില്ലല്ലോ. ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, നീ അറിഞ്ഞല്ലോ? ഒന്നും അറിയിട്ടില്ല. ജയറാമിന് വെച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ഏത് ഐഡിയ കിട്ടുന്നില്ല കേട്ടോ, അത് ഏതാന്ന്. ഇല്ലേ, നമ്മളൊന്നും കിഴി എപ്പിസോഡിൽ അങ്ങനത്തെ ഒരു അനൗൺസ്മെന്റ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അല്ലേ, അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ റൂമേഴ്സ് വരണല്ലോ, ഇതുവരെ വന്നിട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല, മലയാളത്തിന്റെ കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. ഇനി അറിഞ്ഞുകൂടാട്ടോ ഏതെങ്കിലും പുതുക്കത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന്. അതെ. എന്താണെങ്കിലും അടുത്തത് മഹാഭാരതം. സിനിമയെക്കുറിച്ച് SS രാജമൗലി കഴിഞ്ഞ ദിവസം ഹിറ്റ് 3ന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നാനി മഹാഭാരതയിലെ ഒരു പ്രധാന വേഷത്തിലുണ്ടാവുമെന്ന്. ഞാനില്ലാതെ തെലുങ്ക് ഇൻഡസ്ട്രി ഉണ്ടോ? ഞാനില്ലാണ്ട് സത്യമായിട്ടും അത്ര ആയിട്ടുണ്ട്. പിന്നെ മാത്രല്ല SS രാജമൗലിന്റെ കൂടെ തന്നെ വളർന്ന ഒരാളാണ് നാനി. അതെ, ഈച്ചയിലെ ആ ക്യാരക്ടർ തന്നെ ചെറിയ ക്യാരക്ടറിലൂടെ വന്നിട്ട് ഇപ്പൊ ഹിറ്റ് 3-ലെത്തി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വളർച്ച എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. എന്തായാലും മഹാഭാരതം സംഭവിക്കുന്നു എന്നുള്ളത് അതിലൂടെ പറയുമ്പോൾ കിട്ടുന്ന അത് SS രാജമൗലി സംവിധാനം ചെയ്ത് മഹാഭാരതം വരുന്നു എന്ന് കേൾക്കുമ്പോ വേറൊരു വൈബാ. ആൾറെഡി വേറൊരു മഹാഭാരതം അണിയറയിലുണ്ട്, ആമിർ ഖാൻ ഒരുക്കുന്നത്. അമ്പോ പൊളിട്ടോ. മറ്റത് രാമായണ വേറൊന്ന് അപ്പുറത്ത് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്തായാലും കണ്ടറിയാം എന്താവുന്നുള്ളത്, നോക്കാം. അത് മോശമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. രാവണനെയാണ് ഞാൻ നോക്കുന്നത്. രാവണ പിന്നെ യശ് രൺബീറിന് എത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ? അതത്രേ ഉള്ളൂ. ആളുടെ സ്ക്രീൻ പ്രസൻസിന്റെ ഒക്കെ മുന്നിലേ രൺബീർ സ്ക്രീൻ പ്രസൻസ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ച് ഭീകരമായിട്ട് വരുമ്പോ യശിന്റെ മുന്നിൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. ഹൃദയപൂർവ്വം നീ മറന്നായിരുന്നു. ഞാൻ ഇത്ര നേരമായിട്ട് ലാലേട്ടൻ്റെ ഒന്നും വന്നിട്ടില്ലല്ലോ, 10 റിവ്യൂയോളം കഴിഞ്ഞു. അപ്പൊ ഇന്നുണ്ടാവില്ല പ്രതീക്ഷിക്കുക. ഹൃദയപൂർവ്വം സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് പൂനെ ഷെഡ്യൂളായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്, അത് റാപ്പായിട്ടുണ്ട്. ഓക്കെ,
സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടനും മാളവിക മോഹനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. വരട്ടെ, അടുത്തതായിട്ട് വരട്ടെ. ഐ ആം ഗെയിം. ആ, സിനിമയെ കുറിച്ച് ജെയ്ക്സ് ബിജോയ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. DQനെ എങ്ങനെ കാണണം എന്നാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ ഐ ആം ഗെയിമിൽ കാണാൻ പറ്റും. ഓ, ഓക്കെ. ജെയ്ക്സ് ബിജോയ് പറയാണല്ലേ? ജെയ്ക്സ് ബിജോയ് പറഞ്ഞ ആളാണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്. ജെയ്ക്സ് ബിജോയ്ക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. സിനിമയില് കിങ് ഓഫ് എന്തൊരു സാധനമായിരുന്നു. പിന്നെ ആ പാടം അങ്ങനെ മോശമായത് കൊണ്ട് ആളെ ശരിയായ രീതിയിൽ വാഴ്ത്തി പാടാൻ പറ്റില്ല. അതിന്റെ വർക്കൊക്കെ എന്താണ് ഇപ്പോഴും തെലുങ്ക് ചാനലിലൊക്കെ ഈ മാസ് പരിവേഷം കൊടുക്കുന്ന വീഡിയോ അല്ലേ, അതിനൊക്കെ ഈ സോങ്ങാണ് ഇപ്പോഴും ഇടുന്നത്. എന്താണെങ്കിലും പടം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, അത് സത്യം. അതുകൊണ്ടാണ് പടം നമ്മള് 3 മണിയായപ്പോ പറഞ്ഞു പോയിക്കണോ സത്യമായിട്ടും. എന്നിട്ട് ഞങ്ങള് തിയേറ്ററിൽ കാണാനായിട്ട് നിൽക്കുകയാണ്. അതായത് നമുക്കുള്ള ആവേശമൊക്കെ സാധാരണ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന ആവേശം നേരിട്ട് കണ്ടപ്പോൾ ആർക്കും ഇല്ല. എന്ത് നിങ്ങൾക്ക് പറ്റിയത്, എന്ത് സംഭവം? അപ്പം വളരെ കുറഞ്ഞ അടുത്ത ബന്ധമുള്ള ചിലരോട് മാത്രം സംസാരിച്ചു, ഒന്ന് സൂചിപ്പിച്ചു, മെയിൻ ചെയ്യണ്ട, കൈ നോക്കണേ. സത്യമായിട്ടും അന്ന് സംഭവിച്ചാ. ഓക്കെ, അടുത്ത കിങ് ഓഫ് ഒക്കെ നമ്മൾ പോസിറ്റീവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയും. ഞങ്ങൾ ഇതുവരെ പറയാത്തൊരു സാധനം. അത് അതിന്റെ ട്രെയിലർ തന്നെ 2 പ്രാവശ്യം റിയാക്ഷൻ ചെയ്തിട്ട് ഇത് ഊളപ്പടാന്ന് പറഞ്ഞ ആൾക്കാരെ ടീസർ കണ്ട് ഞങ്ങൾ ഞെട്ടിയതാണ്. ട്രെയിലർ 2 വട്ടം കണ്ടു. ഒന്ന് ജയിലറിന്റെ റിലീസിന്റെ അന്നായിരുന്നു അത് റിലീസായത്. അപ്പൊ ഞങ്ങൾക്ക് വൈകി അതൊന്നിട്ടു. അതിനുശേഷം ഇനിയിപ്പോ കുറെ പേര് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജയിലർ കണ്ടതിന്റെ എഫക്ട് കൊണ്ടാണ് ഈ സിനിമ ഈ ട്രെയിലർ മോശമായിട്ട് തോന്നുന്നത്. എന്നാ ശരി, പിറ്റേ ദിവസം കാണാൻ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ കണ്ടു. അപ്പോൾ ഒരു മാറ്റം തോന്നിയിട്ടില്ല ഞങ്ങൾ. വളരെ മോശമായിട്ട് തന്നെ പറഞ്ഞു. അതിൽ പറഞ്ഞിട്ട് എയർ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫുട്ബോൾ കിങ് ഓഫ് കൊത്തയുടെ രാജാവ് ഫുട്ബോൾ കളിക്കുന്നൊക്കെ പറയുമ്പോൾ അവിടെ ക്യാരക്ടറൈസേഷന്റെ പവർ എത്രത്തോളം കുറഞ്ഞാണ് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോഴേ ആ സമീപനം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സീനുകളുണ്ടായിരുന്നു അതില്. കുറെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണെന്നുള്ളതേ. അത്രയും മോശമായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ പല ആൾക്കാരും അത് പോസിറ്റീവ് പറഞ്ഞു എന്ന് പറയുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ഗംഭീര പരിപാടി ഉണ്ട്. ഇത് തുടരും. സിനിമ തുടരും അതിൻ്റെയാണോ? അല്ല, പൃഥ്വിരാജും ലാലേട്ടനും വീണ്ടും തുടരും ഒരുമിച്ച്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനും പൃഥ്വിരാജും ഒരുമിക്കാൻ പോകുന്നു. വിപിൻ ദാസിന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് റൂമേഴ്സ്. ഒക്ടോബറിൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതായത് പക്ക ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഒരു തെങ്കാശിപ്പട്ടണം വൈബില്ലേ, ആ രീതിയിലുള്ള പരിപാടിയാണെന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും അപ്പം ലാലേട്ടനെയും പൃഥ്വിരാജിനെ ഒരുമിച്ച് കിട്ടല്ലേ, തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി ഒരുക്കാൻ വിപിൻ ദാസിന് പറ്റും. പ്രതീക്ഷിക്കാം, ഗംഭീരമാകട്ടെ. എന്താണെങ്കിലും ഇവരുടെ റേഞ്ച് ഇപ്പൊ കുറച്ച് മേലെ തന്നെ ആയതുകൊണ്ട് അവരുടെ റേഞ്ചിനനുസരിച്ചുള്ള സിനിമ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ആളെന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് ലാലേട്ടൻ. അതിനുശേഷമായിരിക്കും ഈ സിനിമ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എന്തായാലും കീഴ് എപ്പിസോഡുകൾ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. നാളെ മുതൽ മത്സരവും തേങ്ങൊന്നുമില്ല കേട്ടോ. നീ എടുത്തോണ്ട് പോക്കോള്. ഞാൻ ഇല്ല ഈ പരിപാടിക്ക്, ഊളം പരിപാടിക്ക്. വേണമെങ്കിൽ എടുത്തോണ്ട് പോവാ. എങ്ങനെ എന്ത് ഈ കൈ ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് കൊണ്ടുപോയിക്കോ.